അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സമാധാനത്തിന്റെ വക്താക്കളായി സ്വയം ചമയുമ്പോഴും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായും സൈനികമായും വരിഞ്ഞുമുറുക്കുന്ന അമേരിക്കൻ തന്ത്രത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു ചർച്ചയല്ല, മറിച്ച് സ്വന്തം പരമാധികാരത്തെ പണയപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന അമേരിക്കയുടെ ധാർഷ്ട്യത്തിനെതിരെയുള്ള പോരാട്ടമാണ്. പ്രതിദിനം $435 മില്യൺ നഷ്ടം വരുത്തിവെക്കുന്ന അമേരിക്കൻ ഉപരോധങ്ങൾ ഒരു ജനതയെ ആകെ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടാനാണ് ലക്ഷ്യമിടുന്നത്. ഈ കടുത്ത പ്രതിസന്ധികൾക്കിടയിലും പടിഞ്ഞാറൻ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ നിൽക്കുന്ന ഇറാന്റെ നിലപാട് ആഗോള രാഷ്ട്രീയത്തിലെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണ്. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാരം തടയുന്നതിലൂടെ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ അത് കേവലം ഒരു വ്യാപാര തർക്കമല്ല, മറിച്ച് ഒരു രാജ്യത്തെയാകെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമമാണ്. ഈ നീതിരഹിതമായ സാമ്പത്തിക യുദ്ധത്തെ അതിജീവിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കൻ ആധിപത്യത്തിന് ലോകരാജ്യങ്ങൾക്കിടയിൽ ലഭിക്കുന്ന വലിയൊരു താക്കീതാണ്. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ വിള്ളലുണ്ടെന്ന തരത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വാസ്തവത്തിൽ ഇറാന്റെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെയും സൈനിക ജാഗ്രതയുടെയും പ്രതിഫലനമാണ്. പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും തമ്മിലുള്ള സംവാദങ്ങളെ വിള്ളലായി ചിത്രീകരിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ കുപ്രചരണമാണ്. രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സാമ്പത്തിക പുരോഗതി നേടണമെന്ന ഇറാന്റെ ആഗ്രഹം സ്വാഭാവികമാണ്. ചർച്ചകൾക്ക് മുൻപ് ഇറാന്റെ സൈനിക വിഭാഗത്തിന്റെ പൂർണ്ണ സമ്മതം വേണമെന്ന അമേരിക്കയുടെ നിബന്ധന ഇറാന്റെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള ഗൂഢലക്ഷ്യമാണ്. ഇറാനിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സൈന്യത്തെ ചർച്ചാമേശയിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് അവരെ ദുർബലപ്പെടുത്താനുള്ള തന്ത്രമാണ്. പാകിസ്ഥാനിലെ ചർച്ചകളിൽ ഇറാൻ പങ്കുചേരുന്നത് ഭയം കൊണ്ടല്ല, മറിച്ച് മേഖലയിൽ സമാധാനം നിലനിൽക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അടിച്ചേൽപ്പിക്കലുകളെ പ്രതിരോധിക്കുന്ന ഏക ശക്തിയെന്ന നിലയിൽ ഇറാനെ തകർക്കുക എന്നത് സാമ്രാജ്യത്വ ശക്തികളുടെ കാലങ്ങളായുള്ള അജണ്ടയാണ്. ഹോർമുസിന് പിന്നാലെ മലാക്ക കടലിടുക്കിലും അമേരിക്ക കണ്ണുവയ്ക്കുന്നത് ഈ വ്യാപാരപാതകളെ നിയന്ത്രിക്കാനും ഇറാനെ ഒറ്റപ്പെടുത്താനുമുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള ശക്തികൾ ഇറാന് പിന്തുണയുമായി രംഗത്തെത്തുന്നത് ഈ അനീതി തിരിച്ചറിയുന്നതുകൊണ്ടാണ്. ചരിത്രം സാക്ഷിയാണ്, ഉപരോധങ്ങളും ഭീഷണികളും കൊണ്ട് ഇറാനെ തളച്ചിടാൻ ആർക്കും സാധിച്ചിട്ടില്ല. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നിബന്ധനയും ഇറാന്റെ കൈകാലുകൾ കൂട്ടിയെട്ടാനുള്ള ശ്രമമാണ്. പക്ഷേ ആത്മാഭിമാനമുള്ള ഒരു ജനത സ്വന്തം സ്വാതന്ത്ര്യം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കരാറിനും തയ്യാറാവില്ല. ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ ഇറാൻ മുന്നോട്ടുവയ്ക്കുന്ന ഓരോ വാദവും തങ്ങളുടെ ജനതയുടെയും വരും തലമുറയുടെയും അന്തസ്സ് കാത്തുസൂക്ഷിക്കാനുള്ളതാണ്. ലോകം നീതിയുടെ പക്ഷത്താണെങ്കിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ നിബന്ധനകളെ തള്ളിക്കളഞ്ഞ് ഇറാന്റെ അതിജീവന പോരാട്ടത്തെയും ന്യായമായ ആവശ്യങ്ങളെയും പിന്തുണയ്ക്കേണ്ടതുണ്ട്.